വോട്ട് ചോർ. രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം നമ്മളുടെ മുമ്പിൽ നിരത്തി വെച്ച ആരോപണങ്ങൾ കണ്ടായിരുന്നല്ലോ. അത് കണ്ണടച്ച് കളയേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യത്തില് ദിസ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ആൻ ഒപ്പോസിഷൻ ലീഡർ. ഒരു ഒപ്പോസിഷൻ ലീഡറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒപ്പോസിഷൻ പാർട്ടി തയ്യാറായി കഴിഞ്ഞാൽ റൂളിംഗ് പാർട്ടിയും അതിനനുസരിച്ചിട്ട് മാറും. ഒരു ബാലൻസ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല. കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ സഹിതം ഫാക്റ്റുകളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി ഒരുപാട് സമയമെടുത്ത് പഠിച്ചതിന് ശേഷമാണ് ഇത്രയധികം പ്രൂഫുകൾ നമ്മളുടെ മുമ്പിൽ നിരത്തിയേക്കുന്നത്. അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ വാല്യൂസിനെയാണ് ചോദ്യം ചെയ്തേക്കുന്നത്. ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ റൈറ്റ് എന്താണ്? ആ റൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മളുടെ വോയിസ് മറ്റുള്ളവർ കേൾക്കാനുള്ള കാരണവും എന്താണ്? നമുക്ക് കിട്ടിക്കുന്ന വോട്ടിംഗ് റൈറ്റ് ആണ്. അതിനെക്കാട്ടിൽ വേറൊരു വലിയൊരു റൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വോട്ട് ചെയ്യാനുള്ള അവകാശം, നമ്മളുടെ നേതാവിനെ, നമ്മളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് നമ്മൾക്ക് കിട്ടിയേക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവകാശം. ആ അവകാശത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ രാജ്യത്തൊരു ജനാധിപത്യം? ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഐഡിയാസിനെയും വാല്യൂസിനെയുമാണ് ചോദ്യം ചെയ്തേക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെയാണ് ചോദ്യം ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കണ്ണടച്ച് കളയേണ്ട ഒരു വിഷയമല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചേക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇപ്പൊ പലരും തെളിയിച്ചു കഴിഞ്ഞു. ഒരുപാട് ന്യൂസ് ചാനലുകാർ അതിന്റെ പുറകെ നടന്ന് ഏകദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഫാക്റ്റുകളും തെളിവുകളും ഒക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും ഇതിനെതിരെ പ്രതികരിക്കണം.